നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഷാപ്പിൽ അടികൂടി അതൊരു വഴക്ക് എന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. കോട്ടയത്താണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കും ദൃശ്യങ്ങളിലേക്കുമാണ് നമ്മൾ പോകുന്നത്. ആദ്യം വാർത്ത നോക്കാം. കോട്ടയം നട്ടാശ്ശേരിയിലെ ഷാപ്പിൽ അടിപിടി. ഇന്നലെ രാത്രി 7:30-ക്കാണ് ക്രിമിനൽ സംഘം ആക്രമണം നടത്തിയത്. നിരവധി കേസുകളിൽ പ്രതിയായ ലിബിൻ, ജോഷി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഷാപ്പിൽ അടിപിടി നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷാപ്പ് ഉടമകൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഷാപ്പിലെ ജീവനക്കാരെയും മാത്രമല്ല ഇവിടെ കള്ളുകുടിക്കാനായി എത്തിയ മറ്റുള്ളവരെയും ഇവർ ആക്രമിച്ചു എന്നാണ് ഷാപ്പ് ഉടമകൾ പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പണം ചോദിച്ചതാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഷാപ്പ് ജീവനക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഷാപ്പിലെ ഈ തല്ല്, അടിപിടി, ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. അതേസമയം ഈ ഷാപ്പിനുള്ളിലെ അടിപിടിയൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ്. അതായത് പലപ്പോഴും ഈ ഷാപ്പിൽ കുടിക്കാനെത്തുന്നവർ പണം ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ തല്ലുകൂടുന്നു, പരസ്പരം എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന് പെട്ടെന്ന് ഒരു അടിപിടിയിലേക്ക് പോകുന്നു, സംഘർഷം ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈയിടയ്ക്കാണ് കോട്ടയം തൃക്കൊടിത്താനത്ത് അക്രമി സംഘങ്ങൾ വലിയ രീതിയിലുള്ള സംഘർഷം, ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. കോട്ടയത്ത് തീവണ്ടിയിലെത്തിയ അക്രമി സംഘമായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. രണ്ടിടത്തായി നടന്ന ആക്രമണങ്ങളിൽ ഒരാൾക്ക് കുത്തേൽക്കുന്ന സാഹചര്യം വരെ അന്നുണ്ടായി. 3 പേരുടെ തല അടിച്ചു പൊട്ടിക്കുന്ന സാഹചര്യമുണ്ടായി. തൃക്കൊടിത്താനത്തെ ബാറിൽ യുവാവിനെ കത്തിക്ക് കുത്തിവീഴ്ത്തിയ ശേഷം മറ്റു 3 പേരെ ഹെൽമെറ്റിന് അടിച്ചു വീഴ്ത്തി പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി യാത്രക്കാരനെ ബിയർ കുപ്പിക്ക് അടിച്ച് തല പൊട്ടിക്കുന്ന സാഹചര്യമുണ്ടായി. സംഭവത്തെ തുടർന്ന് 7 പേരെ തൃക്കൊടിത്താനം പോലീസും കോട്ടയം റെയിൽവേ പോലീസും ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ചങ്ങനാശ്ശേരി പുതുപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് അമീൻ, കുറിച്ചിമന്ദിരം തകിടിപ്പറമ്പിൽ സിയാദ് ഷാജി എന്നിവരെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടികൂടി.
രാത്രി 8 മണിയോടെയാണ് തൃക്കൊടിത്താനത്തെ ബാറിൽ 9 അംഗ സംഘം ആക്രമണം നടത്തിയത്. യുവാവിനെ കുത്തിയ ശേഷം ബാറിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് രക്ഷപ്പെട്ട പ്രതികൾ ചങ്ങനാശ്ശേരിയിലെത്തി മലബാർ എക്സ്പ്രസിൽ രക്ഷപ്പെടുകയായിരുന്നു. രാത്രി 10:30 കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ തീവണ്ടിയിൽ കയറാൻ ശ്രമിച്ച പരപ്പനങ്ങാടി സ്വദേശി അയ്യപ്പം പൊങ്ങോട്ട് വി വിനുവിനെ ആക്രമിച്ച് ബിയർ കുപ്പി കൊണ്ട് തലയ്ക്കടിച്ച് പൊട്ടിക്കുകയായിരുന്നു. കോട്ടയം കഞ്ഞിക്കുഴിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായ യുവാവ് വീട്ടിലേക്ക് പോകുകയായിരുന്നു. തീവണ്ടിയുടെ വാതിലിരുന്ന പ്രതികളോട് മാറാൻ ആവശ്യപ്പെട്ടതാണ് പ്രതികളെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് പ്ലാറ്റ്ഫോമിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഇവരെ റെയിൽവേ പോലീസും RPFും ചേർന്ന് കീഴ്പ്പെടുത്തി. കുപ്പിക്കടിയേറ്റ യുവാവിന്റെ തലയിൽ 7 തുന്നിക്കെട്ടിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡും ചെയ്തിരുന്നു. തൃക്കൊടിത്താനത്തെ ബാറിലായിരുന്നു പ്രതികൾ ആദ്യം ആക്രമണം നടത്തിയത്. മദ്യപിക്കാനെത്തിയ യുവാക്കളുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ട പ്രതികൾ യുവാവിനെ കത്തിക്ക് കുത്തി വീഴ്ത്തുകയായിരുന്നു. പായിപ്പാട്ട് വാടകയ്ക്ക് താമസിക്കുന്ന മോനിപ്പള്ളി സ്വദേശി ജോമോനാണ് കുത്തേറ്റത്. ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. കൂടെ ഉണ്ടായിരുന്ന മറ്റ് 2 പേർക്ക് ഹെൽമെറ്റിനുള്ള അടിയിൽ തലയ്ക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാറിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് രക്ഷപ്പെട്ട മറ്റു പ്രതികളായ ചങ്ങനാശ്ശേരി സ്വദേശി സാജു ജോജോ, അതുപോലെ തന്നെ ടോൺസൺ ആന്റണി, പുതുപ്പറമ്പിൽ കെവിൻ, ഷിബിൻ ബിബിൻ അമ്പാട്ട് ബിബിൻ വർഗീസ് എന്നിവരെ തൃക്കൊടിത്താനം പോലീസ് ഇൻസ്പെക്ടർ MJ അരുണിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, അതായത് ബാറിൽ അടിപിടി ഉണ്ടാകുന്ന സംഭവം, ഈ കള്ളു കുടിച്ചുകൊണ്ട് ഒരു ഭീകരാന്തരീക്ഷം ആളുകൾ സൃഷ്ടിക്കുന്ന സംഭവം, എത്രയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് പ്രത്യേകിച്ച് ഈ മദ്യമൊക്കെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ബോധമില്ലാത്ത അവസ്ഥയാണ് ആൾക്കാർക്ക്. അവർ അടികൂടും, വഴക്കുണ്ടാക്കും, സംഘർഷമുണ്ടാക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. തീർച്ചയായിട്ടും തുടരെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നത് ഏറ്റവും ഭയാനകം തന്നെയാണ്.